നമ്മൾ കണ്ടുവരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസാസ്റ്റേഴ്സാണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഒരുപാടുണ്ട്, അല്ലാതെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. പെട്ടെന്നൊരു ഫ്ലഡ് വന്നാലോ അല്ലെങ്കിൽ ഒരു സുനാമി വന്നാലോ അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വന്നാലോ നമ്മൾ എങ്ങോട്ട് ഓടി മറയണം? വാട്ട് ഈസ് ദ ഷെൽട്ടർ ഫോർ എ മാസ്? ഒരു മാസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തായിരിക്കും നമ്മുടെ ഒരു സ്ട്രക്ചർ? ഒരു സൈക്ലോൺ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ക്ലോസ് സ്പേസ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് എ ഫയർ നമ്മൾ ക്ലോസ് സ്പേസ് ചെയ്യുന്ന ഇറ്റ് ഷുഡ് ബി an open space. If it's a landslide it should again be an open space, landslide ഇല്ലാത്ത സ്ഥലത്ത്. അല്ല, അത് ഇതിന് ടൗൺ പ്ലാനിങ്, ഇത് ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ബിൽഡിംഗ് ലോസ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ നമ്മൾ സാധാരണ ബിൽഡിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂഷ്വലി അറിയുന്നത് അയാളൊരു കെട്ടിടം ഒരു വ്യക്തിപരമായിട്ട് ഒരു കെട്ടിടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളാണ് ബിൽഡിംഗ് ലോസ് എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ തമ്മിലുള്ള റിലേഷൻസിനെയാണ് ടൗൺ പ്ലാനിങ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ടൗൺ പ്ലാനിങ് സ്കീംസ്, മാസ്റ്റർ പ്ലാൻ അതുപോലത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു സൈക്ലോൺ പ്രോൺ ഏരിയ ഉണ്ടെങ്കിൽ അതിന് ഇത്ര ഷെൽറ്റേഴ്സ് ഉണ്ടാക്കുക, ഇത്ര കിലോമീറ്ററിനകത്ത് ഇത്ര ഷെൽറ്റേഴ്സ് ഉണ്ടാക്കുക. കാരണം ഇതൊരു വൺ സൈസ് ഫിറ്റ് ഓൾ എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എർത്ത് വേക്ക് പ്രോൺ സ്ഥലങ്ങളിൽ അതിനുള്ള ഷെൽറ്റേഴ്സ് ഉണ്ടാക്കുക, സൈക്ലോൺ പ്രോൺ അല്ലെങ്കിൽ ടൈഫൂൺ അതുപോലത്തെ ഉണ്ടെങ്കിൽ അതുപോലത്തെ ബങ്കേഴ്സ് ഉണ്ടാക്കുക. ഇപ്പം ഈ എന്താ പറയുന്നത് ഫ്ലഡ്സോ ഫ്ലഡ് ലൈനോ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നെങ്കിൽ അതുള്ള സ്ഥലങ്ങൾ. അപ്പം വികസിത രാജ്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ റൺ ഓഫുകൾ, അതായത് ഇപ്പം ഒരു സാധനം കര കവിഞ്ഞ് ഒഴുകുകയാണെങ്കിൽ അതിന് പോകാനായിട്ടുള്ള രീതിയിലൊക്കെ ഓപ്പൺ സ്പേസ് വിട്ടിട്ട് മാത്രമേ ടൗൺ പ്ലാനിങ് ലോസ് അലോ ചെയ്യുള്ളൂ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ. ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്ത് വികസിത രാജ്യങ്ങളിൽ ഈ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്ന വളരെ കുറവാണ് ഇപ്പോഴും. അവർക്കുള്ള കെട്ടിടങ്ങൾ തന്നെ അവർ വളരെ ശ്രദ്ധിച്ച് അതിനെ തന്നെ വളരെയധികം ആൾക്കാർക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പോലെ അനിയന്ത്രിതമാർക്ക് ആർക്കും എവിടെയും തണ്ണീർത്തടം നികത്തി വീട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ മാത്രമാണ് നമ്മൾ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ നമ്മൾ ഒരാൾ ചെയ്യുന്നത് ഒരേ സമയത്ത്. ഇപ്പോൾ നമ്മൾ ഒരു വീട് വെക്കുമ്പോഴോ നമ്മളൊരു കെട്ടിടം വെക്കുമ്പോൾ നമ്മളെപ്പോലെ 1,00,000 പേര് ഈ സ്ഥലത്ത് ചെയ്യുന്നുണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം തമ്മിൽ ഏകോപിച്ചില്ലെങ്കിൽ അത് പ്രകൃതിയെയും ഇതുപോലത്തെ ദുരന്തങ്ങളെയും വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നും. ഇപ്പോൾ ഒരു തീയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ തീയുടെ നമുക്ക് കെട്ടിടത്തിൻ്റെ അകത്ത് നമുക്ക് പറയാം ഇത്ര നീളത്തിൽ ഇടനാഴിയാണെങ്കിൽ ഇത്ര നീളത്തിൽ കൂടരുത്, ഇത്ര മുറിയുള്ള ഇടനാഴിയാണെങ്കിൽ ഇത്ര വീതി വേണം, അതിന് കഥകൾക്ക് ഇങ്ങനെ ആയിരിക്കണം. ഇപ്പം മൾട്ടി സ്റ്റോറി കെട്ടിടമാണെങ്കിൽ അതിന് ഈ ഷാഫ്റ്റുകളുണ്ട്, വെർട്ടിക്കൽ ഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീ ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലോട്ട് പോകാം. അപ്പോൾ അതിനെ തമ്മിൽ എന്ത് തരം മെറ്റീരിയൽ കൊണ്ടാണ് ഡക്റ്റ് ചെയ്യേണ്ടത്. ഇനി കെട്ടിടങ്ങൾ തമ്മിലാണെങ്കിൽ ഫയർ എഞ്ചിൻ പോകാനായിട്ടുള്ള വഴി. ഇപ്പോൾ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു തീ ഉണ്ടായപ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ ഒരു മെത്ത ഉണ്ടാക്കുന്നൊരു സ്ഥലം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് ഫയർ എഞ്ചിന് 1 കിലോമീറ്റർ ദൂരെ മാത്രം എത്താൻ പറ്റുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് ശരിക്കും നിയമപരമായിട്ട് ഇത് ശരിയല്ല. അതിൻ്റെ ലാൻഡ് യൂസാണ്. ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനോ ടൗൺ പ്ലാനറിനോ അതിനെ എങ്ങനെ തടയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈസൻസ് കൊടുക്കരുത് എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തിട്ട് വാട്ട് ഓൾ പ്രിക്കോഷൻസ് ദേ ഹാവ് ടു ടേക്ക് അത് എടുക്കാം. പക്ഷെ അതും കൂടെ നമ്മൾ അതാ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫയർ എഞ്ചിൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പബ്ലിക് ഒരു വെയർ ഹൗസിങ്ങോ ഫാക്ടറിയോ ഒരു പബ്ലിക് കെട്ടിടമാണെങ്കിൽ ഒരു ഫയർ എഞ്ചിൻ നേരിട്ട് എത്താൻ പറ്റുന്ന ഒരു വഴിയിൽ മാത്രമേ ചെയ്യാനുള്ള നിഷ്കർഷമുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ കെട്ടിടങ്ങളിലൊക്കെ ഒരു സൈഡിൽ നമ്മൾ ഒരു വശം മുഴുവനായിട്ട് 5 മീറ്റർ വിടണമെന്ന് പറയും. അപ്പോൾ 5 മീറ്റർ വിടണമെന്ന് പറഞ്ഞിട്ട് അത് വിടാറില്ല, നമ്മൾ വിടാതിരിക്കും. എന്നിട്ട് നമ്മൾ അതായത് വ്യക്തിപരമായിട്ട് എല്ലാവരുടെയും ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദുരന്തം പോയിട്ട് ഒരു അപകടം ഉണ്ടാകത്തില്ല, ദുരന്തം ഉണ്ടാകത്തില്ല. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞ പോലെയാണ്, മരിച്ചു പോകത്തില്ല. ഇൻഷുറൻസ് ഏജൻറ്റ് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എനിക്ക് വേണ്ട, കാരണം ഞാൻ മരിച്ചു പോകത്തില്ല. അപ്പം ഒരു ദുരന്തം ഉണ്ടാകത്തില്ല, ഒരു അപകടം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഏത് കാര്യം കൊമേഴ്സ്യലി പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്നിട്ട് നമ്മൾ പഠിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ ദുരന്തം ഉണ്ടായതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായതിന് ശേഷമാണ്. ഞാനിപ്പോഴും ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഉടമ അതിൻ്റെ ടെറസിലൊരു ശരിക്കും പറയാൻ അനധികൃതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം. അപ്പം അദ്ദേഹം എന്തായാലും അത് ചെയ്യുമെന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും അനധികൃതമായിട്ടാണ് ചെയ്യുന്നത്. അനധികൃതമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റോഡിൽ നിന്ന് ഈ ഒരു ഫയർ എഞ്ചിൻ വന്ന് ആ ഫയർ എഞ്ചിനിൽ നിന്ന്
ആൾക്കാർക്ക് വന്ന് ഇറങ്ങാനായിട്ടുള്ള അത്ര ഭാഗമെങ്കിലും ഒന്ന് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് കാണാവുന്ന അവരുടെ മുഖത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരിലെല്ലാം അവർക്ക് ചിരിയാണ്. കാര്യം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിചാരം. ആ ഒരു ഇതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ റിലാക്സ് ചെയ്യുന്ന റൂൾസ് റിലാക്സ് ചെയ്യുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഹൗ ക്യാൻ ദേ ഓൾസോ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ആ ഒരു പ്ലാൻ. ഇപ്പോൾ ടൗൺ പ്ലാനിങ്ങിലാണെങ്കിലും ദർ മേ ബി പീപ്പിൾ ഹൂ മേ ബി ഓണിങ് ഒരു 3 cents ഉള്ളി അല്ലെങ്കിൽ ഒരു 1 cent അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ബട്ട് they also need the same protection from the environment or whatever shelter they also need. അപ്പോൾ ആ ഒരു അക്കോമഡേറ്റീവ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അക്കോമഡേറ്റീവായിട്ടാണ് നമ്മൾ ഒരു നിയമം ബ്ലാങ്കറ്റായിട്ട് അല്ല അപ്ലൈ ചെയ്യുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴുന്ന പ്രോസസ്സിൽ പോലും പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ പ്ലാനിങ് നിയമങ്ങൾ, മാസ്റ്റർ പ്ലാനുകൾ എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിൻ്റെ അകത്തുനിന്ന് പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തികൾ, സംഘടനകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ വളരെ ശക്തമായിട്ട് ഇൻവോൾവ് ആയിട്ട് അഭിപ്രായങ്ങൾ പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. ഓരോ കാര്യങ്ങൾക്ക് ലോകത്തിൽ പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാം രാജ്യങ്ങൾ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ നമുക്ക് മനുഷ്യ ജീവനോട് നമുക്ക് വളരെയധികം ഒരു വിലയില്ലാത്തൊരു രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അറിയാൽ ഈ നിയമങ്ങളെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മനുഷ്യജീവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഇടനാഴി വേണ്ട, അതായത് ഒരു കെട്ടിടത്തിന് രണ്ടാമത്തെ സ്റ്റെയർ കേസ് വേണം, അതിൽ കൂടെ ആൾക്കാർക്ക് ജീവൻ രക്ഷിക്കാം. അപ്പം അത് വേണ്ട നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും വില കൽപ്പിക്കാത്തത് നിയമത്തിനെയല്ല, ആൾക്കാരുടെ ജീവനെയാണ് നമ്മൾ വില കൽപ്പിക്കാത്തത്. അത് കാരണം എനിക്ക് തോന്നുന്നു ജനസംഖ്യ അധികം ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്കിവിടെ ഒരു 5 പേര് 10 പേരോ ഒരു 100 പേരോ ഉള്ള ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളത് വിടുകയാണ്. അതേസമയം ഇപ്പോൾ ഒരു യൂറോപ്യനോ അമേരിക്കക്കാരനോ ഒരു വ്യക്തിക്ക് വേണ്ടി പോലും ഒരു ജീവന് പോലും അവർ വില കൽപ്പിക്കുന്നുണ്ട്. ചോദ്യത്തിലേക്ക് ഒന്ന് പോവാണ്. നമ്മൾ ഡിസാസ്റ്ററിൻ്റെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ പല ഡിസാസ്റ്റേഴ്സും നമ്മളിപ്പം ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് ആണെങ്കിലും സുനാമി ആണെങ്കിലും സൈക്ലോൺ ആണെങ്കിലും. അപ്പോൾ ഇത്രയും നമ്മൾ സഹിച്ചു, എന്നിട്ട് നമ്മൾ പഠിച്ചില്ല എന്നുള്ള രീതിയിലാണോ ഇപ്പോഴും, അതോ നമുക്കിപ്പോഴും ഒരു പുതിയ എസ്കേപ്പ് പോയിൻറ്റ്സോ ഷെൽട്ടർ പോയിൻറ്റ്സോ ഉണ്ടായിട്ടുണ്ടോ? 2018 വന്ന ഫ്ലഡുകളുടെ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഇന്ത്യയുടെ പല ഏജൻസികൾ, അതായത് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഫ്ലഡ് ലെവൽ മാപ്പിങ്ങിനായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനുകൾ വേണമെന്നുള്ളത്. ഇത് വളരെ എല്ലാ ഗവൺമെൻറ് കാര്യങ്ങളും പോലെ വളരെ പുറകിലോട്ടായിരുന്നു. അതായത് മഴ നമുക്ക് കൃത്യമായിട്ടുള്ള ഇന്ന് നമുക്ക് പ്രഡിക്ഷനിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഇതൊരു 360 ഡിഗ്രിയാണ്. എപ്പോഴും നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്ട്രക്ചർ വൈസ് എന്തെങ്കിലും അല്ല, അതാ പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ ഏത് കാര്യവും നമ്മളിപ്പോൾ ഒരു ടാങ്ക് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എത്ര വെള്ളം വരുന്നു, എത്ര വെള്ളം ഉപയോഗിക്കുന്നു, അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഡിക്ഷനും പ്രിവെൻഷനും നിന്ന് തന്നെയാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ഷെൽറ്റേഴ്സ് വരുന്ന സാധനങ്ങൾ, ഈ ശരിക്കും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റും റിസോഴ്സസും നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. അതല്ല, അത് നമുക്ക് ഓൾറെഡി ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇഫ് സംതിങ് ഹാപ്പൻസ്, അത് ഇനിയും ഉണ്ടായാൽ നമ്മളെ അതിൽ നിന്ന് മാനേജ് ചെയ്യാനും എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഇപ്പോഴുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോപ്പോഗ്രഫിയൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകണമെന്നുള്ളത്, അതാണ് ശരിക്കും വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ 2018 ഫ്ലഡ് ഒരു 100 വർഷത്തിലെ ഏറ്റവും വലിയ ഫ്ലഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 90 വർഷത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഫ്ലഡ് ലൈൻ വന്നതാണ്. അപ്പോൾ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷന് മുഴുവൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യണമെന്നുള്ള അറിയാത്തൊരിതാണ്. അതായത് നമ്മുടെ ഹൈലാൻഡ്സ് എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് സേഫ് പോയിൻറ്റ്സ് എന്ന് നമുക്ക് വ്യക്തികൾക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ റവന്യൂ, പോലീസ്,
അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് ഒന്നും അറിവിടാത്ത. അപ്പോൾ ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പാനിക് ഇല്ലാതെ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കാം. കാരണം നമുക്കിപ്പം ഒത്തിരി കിലോമീറ്റർ ഒന്നും യാത്ര ചെയ്യാതെ തന്നെ ഇന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് മാറാം. പക്ഷേ ഇത് രസകരമായ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ മുമ്പുള്ള തലമുറയ്ക്ക് ഇത് കറക്റ്റായിട്ട് അറിയായിരുന്നു. അതിപ്പം നമ്മുടെ മധ്യതിരുവിതാംകൂറൊക്കെ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാറി വരുന്നതാകാം. അല്ലെങ്കിൽ വിവരം ഇൻഫർമേഷൻ പാസ്സാകുന്നത് യാത്രയുടെ സൗകര്യം മാറി. ഇപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽനടയായിട്ട് മാത്രമേ പോകാൻ പറ്റൂ രക്ഷപ്പെടാനാണെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ കുട്ടനാട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടനാട് അവർ പറയുന്നത് വെള്ളം ഒരു വർഷത്തിൽ തന്നെ 3-4 പ്രാവശ്യം വെള്ളം കയറുന്നതാണ് അവരുടെയൊക്കെ പറമ്പിൽ. അപ്പോൾ ആ സാധാരണ ഈ പറമ്പിൽ വെള്ളം കയറുമ്പോൾ പറമ്പിലുള്ള കാര്യമൊക്കെ അവർ വീടിനകത്ത് വെക്കും. വീടിനകത്തോട്ട് വെള്ളം കയറുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീട്ടിന് തറയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കട്ടിലിലോട്ടോ ഡൈനിങ് ടേബിളിലോട്ടോ മാറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ കട്ടിലിൻ്റെ പുറത്തോട്ട് ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ട് കട്ടിലിൻ്റെ പുറത്തോട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോട്ട് സാധനങ്ങൾ വെച്ച് തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ ഇടുപ്പിൻ്റെയൊക്കെ വെള്ളം വരുമ്പോഴത്തേക്ക് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് സത്യം പറഞ്ഞ ഇവർ ഇവിടെ നിന്ന് പിന്നെ ബന്ധു വീട്ടുകളിൽ പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഏരിയയിലുള്ളവർ കൃത്യമായിട്ട് അറിയാം ഇവിടെ പോകണമെന്നുള്ളത്. കാരണം നടന്ന് വളരെ പെട്ടെന്ന് അടുത്ത ഒരു സ്ഥലത്തെത്തി അവിടെ ഇനി ഇത്ര മണിക്കൂർ കഴിഞ്ഞാലേ വെള്ളം കയറുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെള്ളം കയറുക തൊട്ടടുത്തുള്ള ആ മാപ്പിംഗ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാര്യം സ്കൂളുകൾ, പബ്ലിക് പ്ലേസുകൾ. അപ്പോൾ അത് എവിടെയാണ് ഈ ഇത്രയും ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇന്നടുത്തോട്ട് പോകാം. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പറഞ്ഞാൽ ഈ പാനിക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത. അതുകൊണ്ടാണ് ഈ തീയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനെ കൊന്നാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതാണ് സ്റ്റാമ്പിഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ മാത്രം നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓർഗനൈസ്ഡ് വേ ഓഫ് എസ്കേപ്പ് അത് നടക്കത്തില്ല. ഓർഗനൈസ്ഡ് വേ നടക്കത്തില്ല. അതുകൊണ്ടാണ് വ്യക്തമായിട്ടുള്ള ഇടനാഴികളുടെ വീതി വേണം, തുറക്കാൻ പറ്റുന്ന. ഇപ്പം നമ്മൾ എയറോപ്ലെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം അവർ വന്നിട്ട് ഇന്നടുത്തോട്ടാണ്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്ന ഒരിക്കലും നമ്മൾ യാത്ര ചെയ്യുന്ന പ്ലെയിൻ ഒരിക്കലും താഴെ വീഴത്തില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഡോർ നോക്കണ്ട എന്നുള്ളതാണ്. അവർ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത പുറകിലായിരിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള കഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഈ ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ. പിന്നെ മോക്ക് ഡ്രില്ലുകൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ ഫയർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എക്സ്റ്റിങ്ക്വിഷറൊക്കെ പിന്നെയാണ് ഞാൻ കണ്ടത്. ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ കൂടുതലും നമുക്ക് മോക്ക് ഡ്രിൽസ് ആയിരുന്നു. ക്ലാസ്സിൽ നിന്ന് വെളിയിൽ അപ്പം അവർക്ക് തന്നെ അറിയാം, ഒരു 3 ഡ്രില്ല് നടത്തുമ്പോൾ എവിടെ വന്ന് നിൽക്കണം, ഒരു ഫയർ വന്നാൽ അല്ലെങ്കിൽ ഒരു ബെല്ലടിച്ചാൽ ഇങ്ങനെ. പക്ഷെ അതൊന്നും ഇപ്പം കാണുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പം എൻ്റെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. അല്ല, അതാ പറഞ്ഞത്, ഈ പുട്ടിങ് കാർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇത് നടക്കുന്നത്. കാര്യം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. എപ്പോഴും ഒരു ബോട്ട് അപകടം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം. പക്ഷേ നമ്മളത് അടുത്ത ഒരു 6 മാസത്തേക്ക് നമ്മൾ എല്ലാവരും ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒക്കെ ഇത് ഉപയോഗിക്കണമെന്ന് പറയും. അത് കഴിയുമ്പോൾ നമ്മൾ മറക്കുന്നു. കാര്യം നമ്മുടെ ഓർമ്മ വളരെ കുറവ് സമയത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതായത് മനുഷ്യ ജീവിതം നമ്മുടെ ഇവിടുത്തെ നമ്മളിവിടെയൊക്കെ നിങ്ങൾ താമസിക്കുന്ന എല്ലാ ഫ്ലാറ്റുകളുടെയും, അതായത് ബഹുനില കെട്ടിടങ്ങളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്രയോ പേര് വീണ് മരിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അത് ഒരു കോൺട്രാക്ടർ ചിലപ്പോൾ ചെറിയൊരു കാശ് കൊടുത്ത് അവരെ ഇവിടെ സംസ്കരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹം 1-2 സുഹൃത്തുക്കളുടെ കൂടെ കയറ്റിവിടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മളിതിനെ മാനേജ് ചെയ്ത് പോകും. പബ്ലിക് സേഫ്റ്റി ആർക്കിടെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്ട്രക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തിപരമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൊട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ സായിപ്പന്മാർ ചെയ്യുന്ന വീഡിയോസ് കാണുകയാണെങ്കിൽ അവർ കയ്യിൽ കയ്യുറ, അവരിപ്പോൾ ഒരു ബിൽഡിങ് ചെയ്യുകയാണെങ്കിൽ കണ്ണാടി വെക്കും, അവർ ഒരു ഇയർഫോൺ പോലത്തെ വെക്കും, ശബ്ദമുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ ആരെങ്കിലും ഒരു വ്ളോഗറുടെ ഒരു നോക്ക്, അതിൻ്റെ അകത്ത് ഒരു കാര്യവും കാണത്തില്ല. അപ്പം അത് പറഞ്ഞ് നമുക്ക് കൾച്ചറലി നമുക്ക് ഒരു അവയർനെസ് കുറവാണ്. സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിലോട്ട് നമുക്കൊരു അവയർനെസ് കുറവാണ്. പക്ഷേ ഇപ്പം ഒരാൾ മറ്റേയാളെ
കൺസിഡർ ചെയ്യുന്നത് പോലെ അത് മാത്രമല്ല, ഒരാൾ സെൽഫായിട്ടും കൺസിഡർ ചെയ്യുന്ന തീർച്ചയായിട്ടും സെൽഫ് നമ്മൾ ഏത് ഇങ്ങനത്തെ എല്ലാ ഇനിഷ്യേറ്റീവ്സും സെൽഫ്, അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ആൾക്കാരുടെ കൂട്ടം, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വലിയ ഗ്രൂപ്പിലോട്ട് പോകുന്നു. വ്യക്തികൾക്കാകുമ്പോഴത്തേക്ക് എപ്പോഴും വ്യക്തികൾക്ക്, കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാം. വ്യക്തികളിൽ നിന്ന് അടുത്ത വ്യക്തികളിലോട്ട് വരുമ്പോഴത്തേക്കാണ് എപ്പോഴും സർക്കാർ ഏജൻസികൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാർ ഏജൻസികളിൽ ചെയ്യുന്ന രീതിയാണ് നിയമം എന്ന് പറയുന്നത്. നിയമത്തിനോട് നമുക്ക് എപ്പോഴും ദേഷ്യമാണ്. കാര്യം നമ്മൾ വിചാരിക്കുക അത് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ 2 കെട്ടിടങ്ങൾ തമ്മിലേക്ക് അകലം വിടണമെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വെട്ടവും കാറ്റും വരാനായിട്ടാണ്. അപ്പോൾ ആൾക്കാർ അത് ചേർത്ത് വെച്ച് കെട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അവിടെ ജനൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കാറ്റ് വരത്തില്ല, അപ്പുറത്തെ ആൾക്ക് പ്രൈവസിയുടെ ഇഷ്യൂ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം. അതപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ആർക്കിടെക്ചർ, സേഫ് ആർക്കിടെക്ചർ ഉണ്ടാകണമെങ്കിൽ എല്ലാവരും തമ്മിൽ ചെയ്യുന്നതിലൊരു കോർഡിനേഷൻ വേണം. നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക, എല്ലാം അതിൻ്റെ അകത്ത് ഭാഗമായിട്ടാണ് വരുന്നത്. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതായത് സ്ട്രക്ചേഴ്സ്, ഡിസൈൻസ്, കൺസ്ട്രക്ഷൻ, ഇതിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് കോമ്പണൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതുകൂടാതെ ക്ലോസ് സ്പേസസിൻ്റെ, ഓപ്പൺ സ്പേസസ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ, ഇതെല്ലാം സംസാരിച്ചു. അപ്പം ഇതിപ്പോൾ എല്ലാം നിലവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വിവരിച്ചത്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ന്യൂ ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു പുതിയ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു പുതിയ വേ ഓഫ് കൺസ്ട്രക്ഷനോ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് റെസിഡൻഷ്യൽ ലെവലിലൊന്നും അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ്സ് ഒന്നും ഇല്ല. ഹെൽത്തി ഇപ്പം നമ്മുടെ മെറ്റീരിയൽ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയൽക്കും ക്വാളിറ്റി ഇതെന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹെൽത്തിനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ റീസൈക്കിൾഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നതിൻ്റെ, അലൂമിനിയം ആണെങ്കിലും റീസൈക്ലിങ് വരുന്നതിൻ്റെ കാരണം ആർട്ടിഫിഷ്യൽ മെറ്റീരിയലുകൾ നമുക്ക് ഹ്യൂമൻ ടച്ചിന് പറ്റുന്നതാണോ അങ്ങനത്തെ മെറ്റീരിയൽ, പെയിൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയലുകളും ബേസ് കമ്പോണൻറ്റുകൾ പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും. അപ്പോൾ ആ ടോക്സിസിറ്റി കുറയ്ക്കാനായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിലൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളിപ്പോൾ ആസ്ബെസ്റ്റോസ് എന്ന് പറയുന്നിട്ടുള്ള റൂഫ് മെറ്റീരിയൽ നമ്മൾ അവോയ്ഡ് ചെയ്തു. അപ്പോൾ അത് ക്യാൻസറസ് ആണ് എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് ആസ്ബെസ്റ്റോസ് നമ്മൾ അവോയ്ഡ് ചെയ്തു. എന്നാൽ നമ്മളിപ്പോൾ ഫ്ലൈ ആഷിൽ നിന്ന് നമ്മൾക്ക് ബ്രിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ അത് ക്വാറി ഡസ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, അത് എൻവയൺമെൻറ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ ലെവലിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ബിൽഡിംഗ് മെറ്റീരിയലുകളിൽ പലപ്പോഴും നമ്മൾ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിൻറ്റ്, സർഫസുകൾ, ഇപ്പോൾ നമ്മൾ കിച്ചൺ സർഫസുകളാണെങ്കിൽ അങ്ങനത്തെ എല്ലാത്തിൻ്റെയും കത്തിപ്പിടിക്കുകയാണെങ്കിൽ ഫ്യൂംസ് ഉണ്ടാകുന്നതിൻ്റെ, അങ്ങനെ ഹെൽത്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അതർവൈസ് ഇപ്പോഴും നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ ബ്രിക്ക് ആൻഡ് മോട്ടർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ പലപ്പോഴും ഈ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന മെറ്റീരിയലും കുറവാണ്. കാരണം ഇപ്പോഴും ജനറലി ഏത് മെറ്റീരിയലും ഹെൽത്തിനെ ഇത് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകളാണ് ആൾക്കാർ ഉപയോഗിക്കുന്നതും. അത് ഇപ്പം പ്രൊഡക്ഷനും എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ്റുകളും സർട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ IS സർട്ടിഫിക്കേഷനാണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെല്ലാം ഇത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഹെൽത്ത് ഹസാർഡായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ബാരിയർ ബിറ്റ്വീൻ എൻവയൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻസ്. നമ്മുടെ ഫിസിക്കൽ എൻവയൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയൺമെൻറ്റും തമ്മിലുള്ളൊരു ബാരിയറാണ് ഈ സ്ട്രക്ചേഴ്സ്. നമ്മളെപ്പോഴും ഒരു പ്രൊമോട്ടീവ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് മെസ്സേജസ് കണ്ടാൽ കൂടുതലും എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയൺമെൻറ്റുമായിട്ടുള്ള ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ബട്ട് ഹെൽത്ത് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹെൽത്തി ആക്കി വെക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു മെസ്സേജ് ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വൈ ആർ ദേ പ്രൊമോട്ടിങ് ലൈക്ക് ദാറ്റ്? അല്ല, ഇത് മെറ്റീരിയലിൻ്റെ റോളിനെ കഴിഞ്ഞിട്ട് ഡിസൈൻ പ്രിൻസിപ്പിൾസിലാണ് കൂടുതലും, സ്റ്റാൻഡേർഡ്സിലുമാണ് ഹെൽത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കോണ്ടാക്റ്റ് ഒഴികെയുള്ള മെറ്റീരിയൽ, ഇപ്പോൾ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എൻവയൺമെൻറ്റിന് ഫ്രണ്ട്ലി ആണെന്നുള്ളതായിരിക്കും. ഇപ്പം സസ്റ്റൈനബിൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലൈ ആഷ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഫ്ലൈ ആഷ്, ജിപ്സം, ഫ്ലൈ ആഷ്, ഇതെല്ലാം വേസ്റ്റ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്
നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളും റബ്ബറും എല്ലാം പെല്ലറ്റ്സ് ആക്കിയിട്ട് നമ്മൾ റോഡിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഒരു എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ഒരു പ്രോസസ്സാണ്. ബിൽഡിംഗ് ഡിസൈനും പ്രിൻസിപ്പിൾസിലുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹെൽത്തി സ്പേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹെൽത്തി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹ്യൂമൻ ഹാബിറ്റേഷന് ഏറ്റവും കണ്ട്യൂസീവ് ആയിട്ടുള്ള സ്പേസസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഹെൽത്തി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോട്ടൺ ഡ്രസ്സ് ഇടുന്ന പോലെയോ നമ്മളിപ്പോൾ ഈ ഒരു വിനൈൽ പോളിവിനൈൽ ഒരു ഫൈബർ വിട്ട് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഈ കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ ഒരു തറ, ഭിത്തി, റൂഫ് ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ആ സ്പേസിനെ നമ്മളെടുക്കുകയാണ്. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കണ്ടിന്യൂ എന്ന് പറയും. അത് വലിയൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് വേണ്ട ഒരു സ്ഥലത്തെ നമ്മൾ മുറിച്ചെടുക്കുന്നു. അതിലെ എലിമെൻസാണ് ഈ പറയുന്ന 3 ഭാഗം. അത് വെച്ചുണ്ടാകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മളൊരു ആംഫി തിയേറ്റർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏത് സ്ഥലം, ഒരു സെമിനാർ ഹാൾ എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇടനാഴി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്ഥലം, ഒരു റീഡിംഗ് റൂമോ ലൈബ്രറിയോ എന്ത് സാധനം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷൻസ്, ഇതിൻ്റെ എത്ര ജനൽ വേണം, എത്ര കതക് വേണം, എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കാം, കളർ എന്തായിരിക്കാം, ജനൽ എവിടെ കൊടുക്കാം, ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കുമ്പോൾ വെട്ടം നന്നായിട്ട് വരും, എന്നാൽ വെട്ടം ഒത്തിരി ശരി, അങ്ങനെ ഒരു വലിയ പ്രോസസ്സിൽ കൂടെ ഹെൽത്തി ആയിട്ട് ഫിസിക്കലും മെൻ്റൽ ഹെൽത്തിനുമായിട്ടുള്ള ഒരു കണ്ട്യൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോഴും ഫോക്കസ്. അതാണ് ഞാൻ അറിയുന്ന ഒരു ഹെൽത്തി ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം. ഇതിനകത്തൊരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഫില്ല് ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്കിപ്പോൾ ഏത് കാര്യവും അങ്ങനെ ചെയ്യാം. അതായത് നമുക്ക് വളരെ യൂട്ടിലിറ്റേറിയൻ, ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ വന്ന സമയത്ത് യൂട്ടിലിറ്റേറിയൻ ഡിസൈൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വർക്ക് ചെയ്താൽ മതി, നമ്മുടെ റിക്വയർമെൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ വർക്ക് ചെയ്യുമെന്നുള്ളത്. നമ്മൾ ഈ ഡിസൈനിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാര്യം ഒരു കാലഘട്ടത്തിൽ ഈ ഫാക്ടറീസിൽ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ അത് മതി. ജർമ്മൻ തിയറിയൊക്കെ അതായിരുന്നു, എന്താ പറയുക, യൂട്ടിലിറ്റേറിയൻ. അതിൽ നിന്ന് ഇപ്പം നമ്മൾ ഐഫോൺ, ആപ്പിളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഡിസൈൻ, അതായത് ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന പല ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഡിസൈൻ സെൻട്രിക്, അതായത് ആൾക്കാർക്ക്, വ്യക്തികൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് പ്രിഫറൻസ് വരുന്നത്. അപ്പം ഇനി അങ്ങോട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് മെറ്റീരിയൽ, ഡിസൈൻ, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസസിലോട്ട് പോകും. അപ്പം ആർക്കിടെക്ചറും എല്ലാം അതിലോട്ട് തന്നെ പോകുന്നതുകൊണ്ടാണ് പ്രകൃതിയിലോട്ട് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ശരിക്കും അല്ലേ ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രകൃതിയിലോട്ട് ആൾക്കാർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം ആർക്കിടെക്ചറിൻ്റെ പല ആംഗിൾസ് എക്സ്പ്ലോർ ചെയ്തു. അതായത് ഡിസൈൻ ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അത് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഡിമാൻഡ് ബേസ്ഡ്, യൂട്ടിലിറ്റേറിയൻ ബേസ്ഡ്, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പുതുതായിട്ട് ഒരു ഹെൽത്ത് ആസ്പെക്റ്റും കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് കാര്യത്തിൽ നിന്ന് ഒരു ഡിമാൻഡ് ബേസ്ഡ് ഒരു ആർക്കിടെക്ചർ ഡിസൈൻ അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ കൺസെപ്റ്റ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പഴയ രീതികളിൽ നിന്ന് ഒരുപാട് മാറി, എന്തൊക്കെയോ ആയി മാറി എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചും കൂടെ ആരോഗ്യപരമായിട്ടും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് വന്ന് സ്പേസസ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് ഇവിടെ ഇത് നിർത്താം. ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. എന്നെ ഇതിലോട്ട് വിളിച്ച അതിലേക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല സ്പേസുകളിൽ ജീവിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.